അപ്പൊ മിണ്ടായിരിക്കപ്പോ ചേച്ചിക്ക് പണി കൊടുക്കട്ടെ. ഇതിന്റെ തൊലി കളയണേ, ഇതുപോലെ തന്നെ അരിഞ്ഞു തന്നെ. ഓക്കെ, തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് വേണം അരിയാനിട്ടോ. ഓക്കെ, ചെറുതായിട്ട് അരിയണ്ട, ചെറുതായിട്ട് അരിയണ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഡേറ്റ്സ് അച്ചാറിന്റെ എന്റെ ഹെൽപ്പേഴ്സ് ഇന്ന് 2 ആളുണ്ട്. അപ്പൊ എന്നെ എടുക്കണേ ഗാർലിക് തൊലി കളയണം. അത് തൊലി കണ്ടിട്ട് കഴുകണം കേട്ടോ. ഡേറ്റ്സിന്റെ പണി കഴിഞ്ഞില്ലേ? മിന്നു കഴിയാറാണോ? ഗുഡ്, താങ്ക് യു. മിന്നു ഒരു സാധനം കൂടെ ഉണ്ടേ, ഇഞ്ചി ഉണ്ട്. അങ്ങനെയല്ല അരിയണ്ട, അതിനെ വട്ടത്തിലല്ല, നീളത്തില്. ആ ഡേറ്റ്സ് അരിഞ്ഞില്ല അതുപോലെ തന്നെ നീളത്തിൽ അങ്ങനെ ആക്കിയിട്ട് അതിനെ ഒന്നോടെ കട്ട് ചെയ്യും. അങ്ങനെ 4 പീസ് അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ ആക്കിയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വെച്ചിട്ട് അങ്ങനെ നീളത്തിൽ ലെങ്ത് വൈസ് ആയത് ലെങ്ത് വൈസ് വേണം. ഇഞ്ചി അരിയാറാമയാൻ വരാം. Ginger. Cutting small pieces. How? It's helping. ഹെൽപ്പിങ് അപ്പന്റെ ഹെൽപ്പിങ് മതി. അപ്പൊ അപ്പന് പോയിട്ട് കുളിച്ചിട്ടോ കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കാം. ഇഞ്ചി അരി എങ്ങനെയാന്ന് കണ്ടോ? അപ്പൊ കണ്ടോ ഇഞ്ചി അരിയാണ് എങ്ങനെയാണ്? അപ്പന് അരിയണോ? കാത്തിരിക്കും. ഇത് അരിഞ്ഞു വെച്ച പച്ച ഡേറ്റ്സ്, ഈന്തപ്പഴം എന്ന് പറയാൻ പറ്റില്ലല്ലോ, പച്ചയല്ലേ. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കാം. അതെ, ഒന്ന് മിക്സാക്കി ഒന്ന് അടച്ചു വെക്കണം എന്ന് പറഞ്ഞ്. അടച്ചു വെക്കണം എന്നൊക്കെ ഒരു ഡേറ്റ്സ് ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞേ. നമ്മൾ അടച്ചു വെച്ചേക്കാൻ കുറച്ച് നേരം നോക്കട്ടെ. ഓക്കെ, കടുകും ഉള്ളിയും പൊട്ടിക്കുക. ആദ്യം കടുകിട്ടോ, പൊട്ടുന്നു അയ്യോ പൊട്ടിത്തെറിക്കുന്നു. ഉരുവിട്ടു, കടുക് ഉരുവയും അതും പൊട്ടി. അപ്പം ഇഞ്ചി ഇടാം. എല്ലാം ചറപറ പൊട്ടി. ഇഞ്ചി കുറച്ച് വെച്ച് വെളുത്തുള്ളി, പാത്രം കഴിയിക്കില്ലേ? അയ്യോ തവി എവിടെ? തേനോടെ ഉണ്ടാവും, മേലുണ്ടാവും. തേന അച്ചാറിനല്ല കേട്ടോ, വേറെ വേദന. തേനൊക്കെ പറയുമ്പോ ഇത് പച്ചമുളക് പച്ചമുളക് ഇട്ടു. ഇനി എന്താ ഇടാനുണ്ടല്ലോ? കറിവേപ്പില ഫ്രിഡ്ജിൽ നിന്ന് ഉണങ്ങിപ്പോയാണ്. കറിവേപ്പില തന്നെയാണ്, ബട്ട് ഫ്രിഡ്ജിലിരുന്നു ചെറുതായിട്ട് ഉണങ്ങി. സാധാരണ അച്ചാറിലിടാത്തൊരു സാധനങ്ങൾ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ വക ചില്ലി ഫ്ലേക്സ്. എരിഞ്ഞ് എന്തായി തീരുന്നതില്ല, അത്ര ഉണ്ട്.
ഓക്കെ. കുറച്ച് ഉപ്പും കൂടി ഇടാം. പെട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടേക്കാം, മറന്നു ഇടാനായിട്ട്. ഇട്ടാലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി ഇപ്പം ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ആ ഒരു പച്ചമണം എന്നൊക്കെ പറയില്ലേ, അത് പോകുന്നവരൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ടേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഡേറ്റ്സ് ഇടും. ഡേറ്റ്സ് ഇട്ടിട്ട് തവി പോയി. നമ്മുടെ ഉപ്പ് തിരുമ്മി വെച്ച ഡേറ്റ്സ് ഇടാൻ പോവാട്ടോ. മുളക് പൊടിയൊക്കെ പിന്നെ ഇടാവേ. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടാനുള്ളതാണ്, അത് കുറച്ച് കഴിഞ്ഞിടും. ഇതിനൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കും കുറച്ച് നേരം. ഓക്കെ, മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാവേ. മുളക് പൊടി ഇടുവാണേ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. എരിവ് കൂടുമോന്നറിയില്ല, എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കില്ലടാ പ്ലീസ്. ഞാൻ അച്ചാർ ഉണ്ടാക്കൂടാ, അച്ചാർ. ഇടയ്ക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചായിരുന്നു കേട്ടോ. ഇനി ഇത് തീർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒഴിക്കണം. പണി ഏകദേശം ഒതുങ്ങി കഴിയുമ്പോൾ കുറച്ച് വിനാഗിരി കൂടെ ഒഴിക്കാം. നമ്മുടെ കായംപൊടി ഇടണം. കായംപൊടി മെയിനാണ്. മതിയല്ലേ? മതിയാവും. അപ്പോൾ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വിനാഗിരിയും കൂടെ അങ്ങ് ഒഴിച്ച് ഒന്നോടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യേ. അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊരു ആക്ച്വലി ഒരു ഒരാഴ്ചയൊക്കെ ഇത് ഇരിക്കണം, കുപ്പിയിലെടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് കഴിക്കാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നിർത്തുക. ഓക്കെ, നല്ല മണമൊക്കെ പറഞ്ഞിട്ടുണ്ടേ. എൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ പറയാം. ആർക്കുണ്ടെങ്കിലും നോക്കിക്കണം ടേസ്റ്റ്. ഓക്കെ, ഇത് നമ്മളെ ഡേറ്റ്സ് പിക്കിൾ.